ചരക്ക് ലോറികൾ നടത്തിവരുന്ന സമരം ഒത്തുതീർക്കുന്നതിനായി ഇന്ന് മുഖ്യമന്ത്രി ലോറി ഉടമകളുമായി ചർച്ച നടത്തും. സമരക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ ഭൂരിഭാഗവും സർക്കാർ അംഗീകരിച്ചതോടെ സമരം തീരാനാണ് സാധ്യത. രാത്രി 8-ന് മുഖ്യമന്ത്രിയുടെ വസതിയിലാണ് യോഗം നടക്കുക. വാളയാർ ചെക്ക് പോസ്റ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് അഖിലേന്ത്യാ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസ് വാളയാർ ഉൾപ്പെടെ കേരളത്തിലെ ചെക്ക് പോസ്റ്റുകൾ ബഹിഷ്കരിച്ച് സമരം നടത്തുന്നത്. സംയോജിത ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുക, കൂടുതൽ ജീവനക്കാരെ നിയമിക്കുക, കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ലോറി ജീവനക്കാർക്ക് അടിസ്ഥാന സൗകര്യം ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഇത് ഭൂരിഭാഗവും അംഗീകരിക്കാൻ തയ്യാറാണെന്ന് കാണിച്ച് അധികൃതർ ലോറി ഉടമകൾക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇവയെല്ലാം നടപ്പിലാക്കുമെന്ന് കൃത്യമായ ഉറപ്പ് ലഭിക്കണമെന്ന് ലോറി ഉടമകൾ നിലപാട് സ്വീകരിച്ചതോടെ സമരം തുടർന്നു. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുള്ളത്. ഇന്നത്തെ യോഗത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കണമെന്ന ഉറപ്പ് ലഭിക്കണമെന്ന് ലോറി ഉടമകൾ ആവശ്യപ്പെട്ടു. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുമായി നടക്കുന്ന ചർച്ച, ആ ചർച്ചയിൽ പ്രാവർത്തികമാക്കാം എന്നുള്ള ഉറപ്പ് കൊണ്ട് മാത്രം കാര്യമായില്ല. അത് ഞങ്ങൾ നേരിൽ പരിശോധിക്കുമ്പോൾ പ്രാവർത്തികമായി ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം. ഞങ്ങൾക്ക് ലോറി ഉടമകൾക്ക് മാത്രമല്ല, ദുരിതം അനുഭവിക്കുന്ന ജീവനക്കാർക്ക് കൂടി ഇക്കാര്യത്തിൽ ഒരു തൃപ്തി വരുന്ന രീതിയിലൊരു സമീപനം വരികയാണെങ്കിൽ മാത്രമേ ഈ ചർച്ചയെ സംബന്ധിച്ച് ഒരു പുരോഗതി ഉണ്ടാവുകയുള്ളൂ, അതിലൊരു ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. 6 ദിവസമായി സമരം തുടരുന്നതിനാൽ വാളയാറിലൂടെയുള്ള ചരക്ക് ലോറികളുടെ വരവിൽ കുറവുണ്ടായിരുന്നുവെങ്കിലും പച്ചക്കറി ഉൾപ്പെടെയുള്ള ആവശ്യവസ്തുക്കളെല്ലാം വിപണിയിൽ എത്തിയിരുന്നു. എന്നാൽ സമരം തുടരുന്നത് വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കുമെന്നും പ്രശ്നം അവസാനിപ്പിക്കണമെന്നും വ്യാപാരി സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ടർ, പാലക്കാട്.